ഇതിപ്പോ എവിടെ സത്യം സാരിയാ എവിടെ മറ്റേ അരുവിക്കരയിലെ റെസിഡൻസ് അസോസിയേഷൻകാർ കൊടുത്തയച്ചത് ന്യൂ ഇയർ സ്പെഷ്യൽ. കൊള്ളാം കേട്ടോ, നല്ല കളറ്. ഞാൻ കവറിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു മാറ്റി. നല്ല കളർ പട്ട് സാരിയില് അടിപൊളി, നമുക്ക് നന്നായിട്ട് ചേരും. ഇതിന്റെ കൂടെ നല്ല അടിപൊളി മറ്റേ ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വെച്ചുള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. എനിക്ക് ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്ക് മഡ് വർക്ക് മറ്റേ വർക്ക് മറിച്ച വർക്ക് നന്നായിരിക്കും. അതൊക്കെ നീയൊക്കെ ഇട്, വയസ്സുകാലത്ത് അതൊന്നും നമുക്ക് പറ്റില്ല. അമ്മ എല്ലാരും ഇടുന്നതാണ്, അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല. എന്റെ അമ്മയെ നന്നായിട്ട് തയ്ക്കും, സത്യം. ഞാൻ കാണിച്ചു തരണോ? ഇത് പിടിച്ചാണ്. അമ്മക്ക് ഇത്രയും ബൂസ്റ്റർ കൊടുത്ത് ഭയങ്കര പ്രൊമോഷൻ കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? ബ്ലൗസ് തയ്ക്കുന്നൊക്കെ പറഞ്ഞു. പ്രൊമോഷൻ ഒന്നും അല്ല. ഇല്ലേ, ഞാൻ കാണിച്ചു. എന്റെ പൊന്നു കൊച്ചെ, എനിക്ക് സാധാരണ ബ്ലൗസ് ഒക്കെ ഇടുന്ന ഒരാളല്ലേ നീ? ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനു കൊച്ചപ്പണിയെ? അത് വെയ്, ഇത് വെയ്, അങ്ങനെ വെയ്, ഇങ്ങനെ വെയ് വെച്ച അടിപൊളിയായിരിക്കും. എന്തായാലും എന്റെ അമ്മ തച്ചത് ഞാൻ ബ്ലൗസ് എടുത്തോണ്ട് വരാം. അപ്പൊ നീ ഒരു കാര്യം, ഈ സാരി നീ അങ്ങ് എടുത്തോ, ആ ബ്ലൗസ് ഇട്ടൂടെ? വേണ്ട, മനസ്സിലായി. അമ്മ ഏതെങ്കിലും പഴയ സാരി മതി. ഒരു കാര്യം ചെയ്യും, നീ പോയി ആ ബ്ലൗസ് ഏതെങ്കിലും ബ്ലൗസ് എടുത്തോ. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞ ശുദ്ധയാണ് കേട്ടാ, ശുദ്ധയാണ്. ഈ ചാട്ടവും ബഹളവും കാണുമ്പോ എല്ലാം അവക്ക് എല്ലാം ചെയ്താൽ കൊള്ളാതെ എല്ലാവരെയും കൂടെ സ്നേഹിക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നിച്ച് നടക്കുന്നില്ല. ഒരിടത്ത് ശരിയാകുമ്പോ വേറെടുത്ത് സ്വന്തം അമ്മയും വേണം, ഈ അമ്മയും വേണം. അയ്യോ വെച്ച് തടവുന്നു. പക്ഷെ മറ്റത് കാണാനില്ല കേട്ടാ. ഇത് പെട്ടെന്ന് അമ്മ തച്ചതായോണ്ട് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് എന്റെ അമ്മ തച്ചിരിക്കണേ. ഇത് കൊള്ളാം കേട്ടാ. ഇത് ചേരൂല ഈ സാരിയുടെ കൂടെ. ഇത് ചേരുന്നില്ല. ഇല്ല ചേരൂല. ഇത് അമ്മയ്ക്കേ ചേരും. അല്ലെ തന്നെ ഇങ്ങനത്തെ സാരിയൊക്കെ ഞാൻ എവിടെ എടുത്തോണ്ട് പോവാനാണ്? പിന്നെ എവിടെ പോവൂലേ? ഇല്ല, പോവില്ല. കമ്പനി പട്ട് സാരി കമ്പനി എടുത്തോണ്ട് പോണത് അത് അത്ര ഭയങ്കര സംഭവം ഒന്നും അല്ല. ഇത് അമ്മയ്ക്കേ ചേരുള്ളൂ അല്ലേ? ശരി, അപ്പൊ നിനക്ക് എന്തോ അത് പറ. എനിക്ക് അമ്മയുടെ കോട്ടൺ സാരി എന്തെങ്കിലും. അയ്യോ കഷ്ടം തന്നെ എന്റെ പൊന്നു മോളെ. ഇത്രേ സാരി ഇടിക്കുന്നത് അമ്മയുടെ പഴയ കോട്ടൺ സാരി വെച്ചല്ലേ, അത് തുറന്നിട്ടതേ അതിനകത്ത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നിനക്ക് എത്ര സാരി വേണം എല്ലാം എടുത്തോണ്ട് പോകും. പറയുന്നത് ഒന്നല്ല രണ്ടെടുത്തോ. ഒന്ന് മതി. കാര്യം ഈശ്വരാ, ഗുരുത്തുള്ള കൊച്ചാണ്. അതെ, അവക്കേ ഈ ചുമ്മാ ചുണ്ടിയൊക്കെ വരുമ്പോ വഴക്കുണ്ടാക്കുന്നതേ ഉള്ളു. പക്ഷെ ആള് മനസ്സിലൊന്നുമില്ല. എന്റെ അടുത്ത് കയറോടൊക്കെ ഉണ്ടാക്കട്ടെ. എല്ലാരോടും എന്റെ അടുത്ത് ഉണ്ടാക്കൂല്ലേ ചിലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാ? എനിക്ക് നോക്കിയാണ് ഇങ്ങനത്തെ സാരി എനിക്ക് ഇഷ്ടം. കോട്ടൺ സാരി എത്ര പട്ട് സാരി അതിനകത്തിരിക്കും. ഇതൊക്കെ കൊടുക്കുമ്പോ എന്തൊരു സുഖം അറിയാം. നല്ല രസമുണ്ട്, നല്ല തണുപ്പാ. മതി. കൂടി നേരം സുന്ദരി കുട്ടിയായിട്ട് വാ. ഓ ചെല്ല്. സുരഭിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഞാൻ എടുത്തുണ്ടാക്കി പോയത്. ഇങ്ങനെ തരണം. നീ ആരടാ? പുഷ്പേ? സോഫ്റ്റ് കോട്ടൺ, ഭയങ്കര വിലയാണ്. എല്ലാം വില കൂടിയ സാരികൾ എന്റെ കൊച്ചുമേലെ കയ്യിലുള്ളതല്ല. കുഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ വൻ വിഷയാവും കേട്ടാ. ഇത് ഞാൻ എന്തായാലും അറിയിക്കും. രസമല്ലേ ഇതൊക്കെ? ഇതൊക്കെ രസം തന്നെ. രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസം തന്നെ ഇവിടെ. നല്ല വിശപ്പ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും അങ്ങ് എടുത്താലോ? എടുക്കാലോ. എന്തൊരു സൂപ്പർ സാരി അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേതാ സാരി? ഇതെനിക്ക് അമ്മ തന്ന ഇഷ്ടദാനം. ഇഷ്ടദാനം കേട്ടിട്ടില്ലേ? ഇഷ്ടദാനം. ഞാനേ രാവിലെ അമ്മയ്ക്ക് അടിപൊളി ചായ കൊടുത്ത്, അപ്പൊ അമ്മ പറഞ്ഞു, മക്കളെ ഈ സാരി അങ്ങ് വെച്ചോന്ന്. ചായ കൊണ്ട് കൊടുത്ത എനിക്ക് സാരി കിട്ടുമോ? ഓഞ്ഞ ചായ കൊടുത്താൽ സാരി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ചായ കൊടുത്താൽ കിട്ടും അല്ലേ? നല്ല ചായ എന്നെങ്കിലും ഓഞ്ഞ ചായ ആണെങ്കിലും രാവിലത്തെ കോട്ട കഴിഞ്ഞു. ഇപ്പൊ വൈകുന്നേരത്തെ ചായയിൽ നോക്കാം. പിന്നെ എന്റെ അമ്മ പറഞ്ഞേ എല്ലാ ദിവസവും ചായ കൊടുക്കുമ്പോ എനിക്ക് ഓരോ സാരി വെച്ച് തരാന്നല്ലേ. അയ്യോ എനിക്ക് വയ്യ. ഇനി അമ്മയുടെ സാരി മൊത്തം എനിക്കാ. അല്ല, എത്ര ഒരു വർഷം മൊത്തം സാരി തന്നാലും അവിടത്തെ അലമാരിലെ സാരി തീണ്ട അത്രമാത്രം സാരി കിടക്കല്ലേ. ഓ എന്തൊരു സ്നേഹമല്ലേ എന്റെ അമ്മ. എന്നാലും ഇങ്ങനെ ഒരു അമ്മായിയമ്മ കിട്ടാന്ന് പറഞ്ഞ ഇളയ മരുമോളെന്ന് പറഞ്ഞ എന്റെ അമ്മയ്ക്ക് എന്ന് പറയുമ്പോ ഭയങ്കര ജീവനാ. ഭാഗ്യം, മഹാഭാഗ്യം അല്ലേ. അമ്മയ്ക്ക് ഇടയ്ക്ക് എന്നെ കൂടെ വിളിച്ചൂടെ? എന്തിന്? അന്ന് ചേച്ചി ചുരിദാറല്ലേ ഇടുള്ളൂ, സാരി ഉടുക്കൂലല്ലോ. ഞാൻ അമ്പലത്തിൽ പോകുമ്പോ ഇടുമല്ലോ. അല്ല, ആണ്ടിലൊരിക്കൽ അമ്പലത്തിൽ പോണേന് സാരി. 2-3 സാരി മതിയല്ലോ, സ്ഥിരം വേണ്ടേ, അതുകൊണ്ടായിരിക്കും. നല്ല മാച്ച് ഉണ്ടല്ലേ. ഓ അമ്മ പറയില്ലേ ഈ അലമാരി ഇരിക്കണ മൊത്തം നീ വേണമെങ്കിൽ എടുത്തോ. ഞാൻ കേട്ടോണ്ടല്ലേ. നോക്കട്ടെടി. എന്തോ നോക്കാതിരിക്കണം, ഇത്രേ ഉള്ളൂ.
അത് ചുളുക്കല്ലേ എങ്ങത്താ കൂടിയതാണ്, കൂടിയ സാരി അല്ലേ എല്ലാം വാങ്ങിക്കുന്നത്. 10,000 താഴോട്ടുള്ള ഒരു സാരി പോലും അവിടെ ഇല്ല. കോട്ടൺ എന്ന് കോട്ടൺ, ഒറിജിനൽ കോട്ടൺ. കമ്പനി നേരിട്ട് ഇറക്കിയതായിരിക്കും. കൊച്ചമ്മയ്ക്ക് ആൾക്കാരുണ്ടല്ലോ. പിന്നെ അല്ല, എന്നാലും ഈ പുതിയ സാരി അമ്മ എനിക്ക് തരുമോ? അല്ല, ഇത് കൊണ്ട് കൂടുതൽ ഉടയ്ക്കാതെ കൊണ്ടുപോയി വൈ. ഇത് എന്റെ അമ്മയെ ഞാനൊന്ന് ഉടുത്ത് കാണിക്കണം എന്നെ കാണിക്കണ്ടേ? അമ്മയ്ക്ക് സന്തോഷാവും. സന്തോഷാവും. നല്ല ചേർച്ചല്ലേ. ആ, കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ, ഇഡ്ഡലിയും സാമ്പാറും. വേണ്ട, ആ, എന്ത് വിശപ്പൊക്കെ കെട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.